ഗുരുവോം ശ്രീ ഗുരു ഭാഗവതം ഭാഗമഞ്ച് 17-ാം ദിവസം അത്ഭുതശുദ്ധികൾ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാരദാം ഭോജവദന വദനാംബുജേ സർവദാസ്മാഹം സന്നിധിം ക്രിയാത്. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ഓം നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീ നാരായണ ജഗദ്ഗുരവേ നമോ നമഃ. കല്ലിനിയെറിയുമ്പോഴാകട്ടെ എന്നു സ്വാമി ചൊല്ലിയ നേരം തന്നെ തലയിൽ കല്ലും വീണു. വീണ കല്ലിൻ്റെ വലിപ്പത്തിൽ മറ്റൊരു കല്ലു വേണമായതിൽ ചുണ്ണാമ്പടയാളവും വേണം. ആറ്റിനക്കരെയുള്ള കാട്ടിലെത്തുമാറതു ഊറ്റമായി ആരെങ്കിലും എറിഞ്ഞിടുക വേണം. ഇങ്ങനെ ഗുരുദേവൻ ചൊന്നപ്പോൾ ഒരു പൂമാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. പെട്ടെന്നു തന്നെ ചാത്തനാണെറിയുന്നതെങ്കിൽ ഈ കല്ലു തന്നെ തീർത്തുമിങ്ങെറിയണമെന്നരുൾ ചെയ്തു സ്വാമി. എന്തൊരത്ഭുതം! അല്പം കഴിഞ്ഞാ കല്ലു തന്നെ മുമ്പിലായി നിന്ന ശ്രീതൻ മൗലിയിൽ പതിച്ചല്ലോ. പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടത്തിലാണല്ലോ ചാത്തൻ. എറിയാതിരിക്കണമീ ഇവരെ ഇനിമേലിൽ അരുൾ ചെയ്ത ദേവം. ഗുരുദേവനെന്നതിൽ പിന്നെ ഒരു കാലവും അവർക്കുണ്ടായിട്ടില്ല ശല്യം. വൻകുടിയനായി മതോത്തമനായൊരു നരൻ വൈക്കത്തു വടയാറ്റു ദേശത്തു വാണിരുന്നു. തൽപ്രദേശത്തു ചെന്ന ഭഗവാനോ അയാളോടു കൽപ്പിച്ചു, മദ്യമുപേക്ഷിക്കണം ഇനിമേലിൽ മുന്തിരിപ്പഴം നൽകി. ഭഗവാൻ അയാൾക്കപ്പോൾ ചിന്തിച്ചാനരൻ, നല്ലപോലെ ഇനി കുടിക്കണം സൽപ്രബോധം. ദുഷ്ടർ ചെവി കൊള്ളുകയില്ല, സൽപ്രവാചകന്മാരെ നിന്ദിച്ചില്ലയോ ജനം. കേമമായൊന്നു കുടിക്കണമെന്നുറച്ചയാൾ കോഴിയെ കൊന്നു പാകമാക്കി വച്ചതിൻ ശേഷം ചാരായം വാങ്ങുവാനായി കുപ്പി അന്വേഷിച്ചയാൾ അകത്തെ മുറി തുറന്നങ്ങോട്ടു നോക്കുന്നേരം അകതാർ നടുങ്ങിയ ദുഷ്കൃതൻ ഞെട്ടിപ്പോയി. ശൂലവും മൂങ്ങിക്കൊണ്ടു നിൽക്കുന്നുണ്ടതിലൊരു ഭീകര രൂപം. അത് കണ്ടയാൾ വിറച്ചുപോയി ആർത്തനായി നിലവിളിച്ചിടിനാനപ്പോൾ ജനം വാർത്ത കേട്ടെത്തി. അവരൊക്കെയും ചൊല്ലിടിനാർ, ആർത്തിനാശനായ ഗുരുദേവനെ നിങ്ങൾ ധിക്കരിച്ചു ദുഷ്കർമ്മം ചെയ്തതിൻ ഫലമിതോ. ധൂർത്തനായിനി മദ്യപാനത്തെ ചെറുത്തി ചെയ്തിടുകിൽ പേർത്തുമീ അനുഭവം മേലിലുണ്ടായി വരും. ഭീതി കൊണ്ടുഴലുമാ മദ്യപാനിയെ അവർ സ്വാമിതൻ സവിധത്തിൽ കൊണ്ടുചെന്നാക്കിയിടിനാർ. ഭസ്മമേകി അനുഗ്രഹിച്ചു ഭഗവാനും സ്വസ്ഥനായി വന്ന നരൻ മദ്യപാനവും നിർത്തി. പിന്നെയാ നാട്ടിലൊരു മാന്യനായി ജീവിച്ചയാൾ ധന്യനായി തീർന്നു ഗുരുദേവന്റെ അനുഗ്രഹത്താൽ. നല്ലൊരു പൊന്മോതിരം കാഴ്ചവെച്ചൊരു നരൻ ചൊല്ലിനാൻ, ഇതു ഭഗവാൻ സ്വീകരിക്കുക വേണം. കല്ലിലും സ്വർണത്തിലും തുല്യതയാണു ഗുരു. ചൊല്ലിനാൻ, എനിക്കിതിനാവശ്യമില്ല ഇപ്പോൾ. മെല്ലവേ ഗുരുദേവൻ എഴുന്നേറ്റുടൻ നടന്നെല്ലാരും അനുഗമിച്ചിടിനാർ. ഭഗവാനെ വന്നു നോക്കിനാൻ. അല്പം കഴിഞ്ഞു വൃദ്ധൻ തൻ്റെ പൊന്മോതിരം കണ്ടതില്ലയാൾ അവിടെങ്ങും നിന്നവരാരും തന്നെ കണ്ടതില്ലപ്പോഴതി ഖിന്നനായൊരു കുഷ്ഠരോഗിയെ നോക്കിച്ചൊന്നാൻ,
ഇവനാണെടുത്തതൻ മോതിരം ചോദിച്ചപ്പോൾ അവനേറ്റതില്ലയാൾ സത്യത്തിൽ എടുത്തില്ല. പാണ്ഡമൊക്കെയും പരിശോധിച്ചു, പക്ഷേ അതിൽ പണ്ടമില്ലെന്നാകിലും തല്ലിയ മനുഷ്യനെ തല്ലുകൊണ്ടയാൾ കരഞ്ഞിടുന്ന നേരം ഗുരു മെല്ലവേ വന്നെത്തിയതു കണ്ടു ചൊല്ലിനാൻ ദേവൻ, ദാനമായി നിങ്ങൾ നമുക്കേകിയ പൊന്മോതിരം വേണമെന്നിനി നിങ്ങൾ ആഗ്രഹിപ്പതെന്തിനു? പാപമാം നിന്നെ ഇവൻ തല്ലിയ മൂലം നിന്റെ രോഗവും ഇയാൾ പേറി നടക്കും ഇനിമേലിൽ. തെല്ലുനാൾ കഴിഞ്ഞപ്പോൾ കുഷ്ഠരോഗിതൻ രോഗം മെല്ലവേ കുറഞ്ഞയാൾ നല്ലവനായി തീർന്നു. കർഷകനൊരാളാറ്റിൽ തീരത്തു തെങ്ങിൻ തൈകൾ വർഷകാലത്തു നട്ടു, നല്ലപോൽ വളം ചേർത്തു തഴച്ചു വളർന്നൊരാ തൈകളിൽ നാളികേരം മുളച്ചു പൊങ്ങി. കൃഷിക്കാരനും സന്തോഷിച്ചു. കരിക്കാകുമ്പോളെല്ലാം അടന്നു പോകും പാവം കൃഷിക്കാരനുമെല്ലാം കണ്ടു സങ്കടപ്പെടും വിവരമൊരാൾ ഗുരുദേവനെ അറിയിച്ചു. സവിതേ ചെന്നു സ്വാമി വിവരം നേരിൽ കണ്ട ആയതിലേ തെങ്കിലും ഒരു തെങ്ങിൻ്റെ കുലയാകവേ പൊതിഞ്ഞു കെട്ടിയിടുവാനരുൾ ചെയ്തു. ആയതിന് ശേഷമുള്ള വൃത്താന്തം അറിയിക്കുവാൻ ഉപദേശം ചെയ്തു. ഭഗവാൻ മടങ്ങിപ്പോയി. ഒരു തെങ്ങിലെ കുല മുഴുവൻ കൃഷിക്കാരനരുൾ ചെയ്തപ്പോൾ പൊതിഞ്ഞു കെട്ടിയെന്നാൽ ആയതും അടന്നുപോയെന്ന് വൃത്താന്തം ഗുരുദേവനെ അറിയിച്ചു. സ്വാമിയും അരുൾ ചെയ്തു, അടർന്ന കരിക്കിലെ കാമ്പുകാർ നെടുത്തതിൽ ഇടതൂർന്നു ശർക്കര കലർത്തി ദാനം ചെയ്യുക. അപ്രകാരമാ കൃഷിക്കാരനും അനുഷ്ഠിച്ചു അത്ഭുതം. പിന്നെ കരിക്കൊന്നുമേ അടന്നില്ല. ഭ്രാന്തിനാലുഴന്നവരെ എത്രയോ ജന്മമാത്മശാന്തി പ്രാപിച്ചു. ഗുരുദേവന്റെ അനുഗ്രഹത്താലായവയെല്ലാം ചൊല്ലാനെളുതല്ലെന്നാകയാൽ ആയതിലൊരു കഥ ചൊല്ലിടാം, അതു കേൾക്കാം. ഗുരുദേവൻ അന്നൊരു പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുഭക്തരോടൊത്തു പോകുന്ന വഴിവക്കിൽ ഭഗവാൻ അണയുന്ന വാർത്ത കേട്ടപ്പോൾ ചിലർ ഭഗവൽ സവിതേ വന്നെത്തിനാരതിവേഗം. കാലിനും കൈക്കും തുടലിലിട്ടൊരു യുവാവിനെ ഖേദമോടവർ കൊണ്ടുവന്നു ചൊല്ലിനാനേവം, ഇവനു ഭ്രാന്താണതു ഭഗവാൻ തീർത്തിയിടണം. ഇവനെ ചികിത്സിക്കാനില്ലിനിയൊരു സ്ഥലം. ഇവന്റെ ബന്ധുക്കളാം ഞങ്ങൾക്കും പൊറുതിയില്ല. ഇവന്റെ ബഹളത്താൽ നാട്ടുകാർക്കെല്ലാം ശല്യം. ആരോഗ്യസമ്പൂർണനാം ഭ്രാന്തനെ ഗുരുദേവൻ ആകെ ഒന്നു വീക്ഷിച്ചു ശാന്തനായി ചൊല്ലിടിനാൻ, കെട്ടഴിക്കുവിൻ കൈക്കും കാൽക്കലുമുള്ളതെല്ലാം, ഒട്ടുമാറുവിൻ നിങ്ങൾ ഭയന്നിടരുതൊട്ടും. പാവമാണിവൻ, കഷ്ടം നമ്മോടുകൂടി തന്നെ ആവസിക്കട്ടെ എന്ന് കൽപ്പിച്ചു ഭഗവാനും ഗുരുദേവനോടൊത്തു വാണയാൾ കുറേ നേരം. പെരിയ ഭ്രാന്തുമാറി ശാന്തനായി തീർന്നു ക്ഷണം. ഇനിയും ഒരാപത്തും ഇവനു വരില്ലെന്നു കനിവോടനുഗ്രഹിച്ചയച്ചു ഗുരുദേവൻ. പിന്നീടാ യുവാവിനു ഭ്രാന്തു വന്നതേയില്ല. എന്തൊരത്ഭുതം ഗുരുദേവന്റെ അനുഗ്രഹം! ഓ നമോ ഭഗവതേ സർവേശ്വരായ. ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.